രാഹുൽ മാങ്കൂട്ടം ആകെ പ്രശ്നമാണ്. അയാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അയാൾ ശിക്ഷിക്കപ്പെടേണ്ട ഒരാളാണ്. അത് അതിൻ്റെ ഇടയ്ക്ക് വലിയ സിനിമക്കാർ പലരും പറയണോ രണ്ടുപേരും കൂടെ ഒത്തിട്ടാണെന്ന്. രണ്ടുപേരും കൂടെ ഒത്താൽ ഗർഭമുണ്ടാവാം, പക്ഷെ അത് കളയുന്നത് ശരിയല്ലല്ലോ. അപ്പം അത് ശരിയല്ല. അയാളെ നിർബന്ധമായും ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്, ശിക്ഷിക്കണം. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് യാതൊരു കാരണവശാലും ഇത്രയും ഏർപ്പാട് ചെയ്യുന്നത് ശരിയല്ല. അയാളുടെ പാർട്ടി ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയുള്ള നിലപാടെടുത്തിട്ടുണ്ടോ? പാർട്ടി ആത്മാർത്ഥമായിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. ഒന്നോ രണ്ടുപേരും ഉണ്ണിത്താനെ പോലുള്ളവരെ എന്തോ പറഞ്ഞു വെച്ചാൽ ബാക്കി അവരുടെ എല്ലാ നേതാക്കന്മാരും ഇയാൾക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അവർ പാർട്ടി പുറകിലേക്ക് പോക്കാണ്. ഇതോടുകൂടി കേരളത്തിൽ അവരുടെ പാർട്ടിയുടെ ആ പീസ് വിട്ട് കൈ കിട്ടും. ഷാഫി പറമ്പിൽ എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? എങ്ങനെ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ ഷാഫി പറമ്പിൽ ഇയാളുടെ നേതാവാണല്ലോ. അയാൾക്ക് അയാളുടെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഉണ്ടാകുന്ന ആളെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഷാഫിയും ഇവിടെയും നേർച്ചയും ഈ രൂപത്തിലുള്ള ആൾ തന്നെയാണ്. അയാൾ ഒരു രഹസ്യമായിട്ട് വിഷയങ്ങളൊക്കെ വന്നതേ ഉള്ളൂ അയാളുടെ ഷാഫിൻ്റെ കാര്യം. എന്നാലും ഇയാളൊന്ന് ഷാഫിയൊന്ന് വിശ്വസിക്കാവുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഇപ്പോൾ ഷാഫിയാണ്. ഒരു കാര്യം കൂടി, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഈ ഇലക്ഷനിൽ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുമോ? കോൺഗ്രസിനെ ബാധിക്കുമല്ലോ. ഈ ഇലക്ഷൻ എല്ലാ ഇലക്ഷൻ ബാധിക്കും.